എന്തൊരു ചാടിയാടോ. ചാടിയോ? ആർക്ക്? അപ്പുറത്തെ വീട്ടുകാർക്കേ. എനിക്ക് തോന്നിയില്ലല്ലോ. ആ, നിനക്ക് തോന്നില്ല? എന്റെ കാവ്യ, നീ ഇത്ര പാവായി പോയില്ലേ? അവരുടെ പൊങ്ങച്ചം കേട്ടിട്ട് തൊല്ലി ഉരിഞ്ഞു പോയി. നോക്കിയേ. ഒരാത്തിന് അവന് നിന്നുള്ള നോട്ടം ഒട്ടും ശരിയല്ല. ആണോ? അവനെന്നെ അങ്ങനെ നോക്കിയോ? എന്റെ പൊന്നും മിന്നൂട്ടി, അവനെ കണ്ടറിഞ്ഞൂടെ? അവന്റെ ഓഞ്ഞ ചിരിയും കുണിയുള്ള നടത്തവും തനി കാട്ടുവഴി. എനിക്ക് തോന്നണേ അവളും അത്രയും വെടിപ്പല്ലാന്നാ. നീ ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ? സക്രിയ? സക്രിയല്ല, ചക്കര. പോടുന്നു. ഞാൻ പോവില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മൾ അവരായിട്ട് വലിയ ഇന്ററാക്ഷൻ ഒന്നും വേണ്ട. ഇനി ഇങ്ങോട്ട് മിണ്ടാ വന്നാലും ഞാൻ മിണ്ടില്ല. അതാണ്. ഹലോ, ഗുഡ് മോർണിംഗ്. ആ, മോർണിംഗ് മോർണിംഗ്. പത്രം വായിക്കായിരിക്കുമല്ലേ? അല്ല, രാവിലെ തന്നെ പത്രം ഒന്ന് തിന്നാം. ആ, കണ്ടിട്ടെന്ന് തോന്നുന്നു. എന്താണ് ഇന്നത്തെ പ്രധാന വാർത്ത? പ്രധാന വാർത്തേ? എഞ്ചിനീയറിംഗ് ബിരുദന്മാർക്കിടയിൽ വ്യാജന്മാർ. കാലത്തരം നമുക്ക് കിട്ടാണല്ലോ. ഇന്ന് ഓഫീസൊന്നും ഇല്ലേ? ഒക്ടോബർ 2 സാധാരണ ഓഫീസ് ഉണ്ടാവാറില്ല. ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങൾക്കുണ്ടല്ലോ എന്ന്. ഇന്ത്യക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്നവർക്കൊന്നുമില്ല. അങ്ങനെയാണല്ലേ. അളിയാ, ഒന്നിങ്ങോട്ട് വന്നേ. വന്നേ. കൊണ്ട് ഓഫല്ലേ? എന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കല്യാണം കഴിഞ്ഞ എത്ര നാളായി? 1 വർഷം. ലവ് ആണോ? ആണെങ്കി അളിയതിനെ മസിൽ പിടിച്ചേക്കണേ. പെണ്ണുമ്പിള്ള മിണ്ടണ്ടെന്ന് വല്ലതും പറഞ്ഞുണ്ടോ? അവള് പറഞ്ഞാൽ തന്നെ ഞാൻ ശരിക്കൂ. നമ്മളോടാ. അളിയന്റെ ലവ് മാരേജ് ആണോ? ആണല്ലേ. അതൊക്കെ പോട്ടെ. ലവ് ലൈഫ് എങ്ങനെ പോണ അളിയാ? ഞങ്ങളുടെ ഒരു കൊച്ചു കുടുംബം. അളിയന്റെയോ? ഞങ്ങളുടെ കൊച്ചല്ല, കൊച്ച് ഞങ്ങളടങ്ങുന്ന വലിയ ലോകം. കുടുംബം നശിപ്പിക്കും. ജിതിനെ. ഓ, എന്റെ കൊച്ചു കുടുംബം. പോടാ. എന്താ അങ്ങോട്ടുണ്ടാക്കാൻ പോയിരുന്നു പറഞ്ഞിട്ടില്ലേ? അവൻ വിളിച്ച. എന്താ പറഞ്ഞേ? അത് നമ്മുടെ കൊച്ചു കുടുംബത്തെ പറ്റി പറയാ. എല്ലാം വിളമ്പി കൊടുത്തല്ലേ? അപ്പോഴേക്കും അവന്റെ ഭാര്യ വിളിച്ചു. ഓ, ഇല്ലെങ്കിൽ വിളമ്പി കൊടുത്തേനെ. അതൊക്കെ ടാക്ടിക്സ് അല്ലേ കാവ്യ? തേങ്ങയാണ്. ഉണ്ടാണ്ടിരുന്നോണ. ഇനി എന്തായാലും അങ്ങോട്ടില്ല, പോരെ? ആ, മതി. ശൈലേഷേ. കുട്ടേട്ടാ, എവറാ നിന്നെ പുറത്തേക്കൊന്നും കാണാനില്ലടാ. നിങ്ങളെയും പുറത്തേക്കൊന്നും കാണാറില്ലല്ലോ. ഓ, പുതിയ വീട്ടിലെ പെണ്ണിനെ മണ്ണടിച്ച് ഇറങ്ങിയതായിരിക്കുമല്ലോ. പെണ്ണ അങ്ങോട്ടൊന്നും കയറി ചെല്ലണ്ട, അവിടെ അവളെ കാണാനുണ്ട്. എടാ, ഞാനതിനൊന്നുമല്ല. എന്റെ കല്യാണം സെറ്റായി. എപ്പോ? താങ്ക്സ് ടു കേരള മാട്രിമോണി. ദൈവമേ. എന്നടാ? അല്ല, മുകളിൽ കൂടെ വല്ല ഉൽക്ക കൊണ്ടു നോക്കിയതാ. ദേ കാവ്യ, എന്റെ കല്യാണം സെറ്റായി. ഇനി കുട്ടേട്ടൻ കെട്ടിയില്ലല്ലോ എന്ന ചോദ്യം വേണം. ശരിക്കും ദൈവന്റെ പ്രാർത്ഥന കേട്ടു. നീയും പ്രാർത്ഥിച്ചാ? അതെ, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് കുട്ടേട്ടന് വേണ്ടി. താങ്ക്സ് മക്കളെ. പറയണ്ടോ നമ്മളെ പറ്റിയാണോ? ഹലോ, പുതിയ താമസക്കാരാണല്ലേ? ഞാൻ കുട്ടൻ, അപ്പുറത്തെ വീട്ടിലാ. ജിതിൻ. മിന്നു. ജിതിൻ, മിന്നു. ഞാൻ വരുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അധികം കമ്പനിയൊന്നും വേണ്ട. മനുഷ്യരല്ലേ കാവ്യേ? അതെ, ഞാൻ വന്ന അതിനൊന്നുമല്ല. നിങ്ങൾക്കറിയാലോ എത്ര കാലം നോമ്പോറ്റിട്ടാണ് എനിക്കൊരു പെണ്ണ് കിട്ടിയെന്ന്. അപ്പൊ എനിക്കൊന്ന് ആഘോഷിക്കണം. എനിക്ക് നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ദേ, അപ്പൊ നാളെ ഉച്ചയ്ക്ക് വീട്ടിൽ ലഞ്ച്, ചെറിയ സ്മോൾ പരിപാടിയൊക്കെ അറേഞ്ച് ചെയ്യാം. അത് പൊളിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. രാത്രി പാർട്ടി വെക്കാത്തത്. രാത്രി എനിക്ക് എൻ്റെ കൊച്ചിനെ വിളിക്കണം. വേറെ ആരൊക്കെയുണ്ട്? എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുടെ ഉള്ളത്? അല്ല, അത് പറഞ്ഞപ്പോഴാ നമുക്ക് അവരെ കൂടെ വിളിച്ചാലോ? നമുക്കൊന്ന് പരിചയപ്പെടാലോ. അത് വേണ്ട. എന്താ? ഞങ്ങൾ ഓൾറെഡി പരിചയപ്പെട്ടതാ. അത് ശരി.
അപ്പൊ നിങ്ങള് കമ്പനി കുട്ടേട്ടനാവും. കുട്ടേട്ടാ, അല്ല അങ്ങനെ ഇപ്പൊ വേണ്ട, ഞാൻ ശരിയാക്കി തരാം. കുട്ടേട്ടാ. അയ്യോ. അതെ, ആ നിങ്ങളുടെ പേരെന്തായിരുന്നു? ജിതിൻ. ജിതിൻ. മിന്നു. മിന്നു. ആ, ഞാൻ ആ വീട്ടിലെയാ. ആ കുറച്ചാളായിട്ട് ഇങ്ങനെ കല്യാണമൊക്കെ നടക്കാതിരിക്കായിരുന്നു. ഇപ്പൊ പറഞ്ഞ ശരിയായിട്ടുണ്ട്. ആണോ? അപ്പൊ നാളെ അതിന്റെ പേരിൽ ഉച്ചയ്ക്ക് വീട്ടിലൊരു പാർട്ടി. അപ്പൊ എന്തായാലും വന്നേക്കണം. അയ്യോ ഞങ്ങള് ഒന്നും പറയണ്ട, എന്റെ ബാച്ചലർ പാർട്ടിയാണ്. ഇവരുണ്ടാവും. അപ്പൊ നമുക്കും ഒന്ന് കൂടി പൊളിക്കാം. ഒരു ഗ്യാതറിംഗ് ആവട്ടെ എന്നേ. അപ്പൊ ഓക്കെ. ആ, ആ അപ്പൊ നാളെ ഉച്ചയ്ക്ക് ഫോർ കുട്ടേട്ടൻ. ഓക്കെ ഓക്കെ ബൈ. അപ്പൊ കുട്ടേട്ടന്റെ കല്യാണത്തിന് ഒരടി. Cheers, കുട്ടേട്ടാ. Cheers. എന്റെ കുട്ടേട്ടാ പതുക്കടിക്ക്, കല്യാണം കഴിഞ്ഞിട്ടും അടിക്കണ്ടേ? ഇത് ലാസ്റ്റാ. നാളെ തൊട്ട് കുട്ടേട്ടൻ പൂക്കിയാൻ പോവല്ലേ. ഇന്ന് എല്ലാവർക്കും ബോധം പോണം. എന്നാ ഞങ്ങൾക്കും വേണം. ബോധമുള്ളവർക്കല്ലേ കള്ളൊക്കെ. കുട്ടേട്ടാ ഞങ്ങൾക്ക് 2 ഗ്ലാസ് ഒഴിച്ചേ. ഇത് നിങ്ങൾ വിചാരിക്കുന്ന സാധനമൊന്നുമല്ല. തന്നോട് ചോദിച്ചോ? ഒഴുക്കി കുട്ടേട്ടാ, ഒഴുക്കി. അപ്പൊ അത് ഒഴുക്കി കുട്ടേട്ടാ. ഒന്നും പേടിക്കാനില്ല. നിങ്ങൾക്കുള്ള സാധനം ദേ അടുക്കളയുടെ തട്ടിലിരിപ്പുണ്ട്. നല്ല ചിൽഡ് ബിയർ, അതെടുത്ത് കുടിച്ചോ. ഇത് അടുക്കളയില്. കുട്ടേട്ടൻ്റെ കുട്ടി അടിക്കുവോ? എൻ്റെ പൂക്കി തൊടില്ല. ഇത്ര നാളത്തെ കാത്തിരിപ്പിന്റെ ആ സുഖം ഉണ്ടല്ലോ. കാവ്യ ശ്രദ്ധിക്കൂ. നിങ്ങൾക്ക് എന്ത് ഈസി ആയിട്ട് ഇത് പൊട്ടിക്കാൻ പറ്റണത്? പെണ്ണുങ്ങൾ എത്ര വിചാരിച്ചാലും പൊട്ടില്ല. പിന്നെ പുരുഷ കേന്ദ്രിതമായ ലോകത്ത് നിന്ന് നീ വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ കാവ്യ? ഇൻജസ്റ്റിസ്, ഇനിക്വാലിറ്റീസ്, മെയിൽ ഷോവനിസം. ചിയേഴ്സ്. ആടി സക്കെ, ഇതല്ലേ വൈബ്. കാവ്യന് കുടിക്കല്ലേ? ഓക്കെ, ഇനി നമുക്കൊരു ഗെയിം കളിച്ചാലോ? കൊള്ളാം. ട്രൂത്ത് ഓർ ഡെയർ. എന്റെ കുട്ടേട്ട ഇത് 2K കിഡ്സിന്റെ ഓരോ കളികളല്ലേ? കൊല്ലാണ്ടക്ഷൻ കളിക്കാം. വേണ്ട, ട്രൂത്ത് ഓർ ഡെയർ എന്നെ കളിച്ചാൽ മതി. എന്തിനിത്ര പേടിക്കുന്നത്? അല്ല മിനൂട്ടി, ട്രൂത്ത് ഓർ ഡെയർ എന്ന് പറഞ്ഞാൽ ചുമ്മാ സത്യം മാത്രം പറയണല്ല, പിന്നെ പല പല ചലഞ്ചസ് ചെയ്യേണ്ടി വരും. ഓ, ചലഞ്ച് ചെയ്യാൻ പേടിയുള്ളവരെ ഇങ്ങോട്ട് മാറിയെന്നാ മതി. എടി പുല്ല്. നിങ്ങളാ ബിയർ ഊപ്പിടുത്ത കിഴങ്ങന്മാരെ തലയടിച്ചു വിട്ടിച്ച്. അല്ല പിന്നെ തരട്ടേറണം. എടാ, നമുക്ക് കുപ്പി ഇറക്കാം. കുപ്പിയൊന്നും കറക്കണ്ട. ആദ്യത്തെ ചോദ്യം നിങ്ങളോട് തന്നെ. ഷൂട്ട്. കുട്ടേട്ടൻ വെർജിൻ ആണോ? അല്ല. അപ്പോ ആ കാത്തിരിപ്പ് എന്നൊക്കെ പറഞ്ഞതോ? കാത്തിരിപ്പിന് തന്നെ ഒരു സുഖം ഉണ്ടെന്നല്ലേ പുള്ളി പറഞ്ഞേ. അപ്പൊ ആരാള്? ആളായി അതല്ല, ഞാൻ തന്നെ സ്വന്തമായിട്ട്. മനസ്സിലായി. സെൽഫ് കെയറാ. ഇനി ഞാൻ ചോദിക്കാം. ഞാൻ ചോദിക്കാം. ചോദിക്കുന്നതിന്റെ അമ്മമ്മയുടെ ചോദ്യം. ശൈലേഷിന് ഒരു ദിവസം ഇൻവിസിബിൾ ആവാൻ പറ്റി, എന്ത് ചെയ്യും? കൊള്ളാം. ഞാൻ ഓഫീസിലൊക്കെ പോയിട്ട് സൈൻ ചെയ്തിട്ട് വീട്ടിലൊന്ന് കുത്തിരിക്കും. അത് തന്നെയല്ലേ ഇപ്പോഴും ചെയ്യുന്നേ. കാവ്യനെ കാണാൻ വേണ്ടിട്ടല്ലേ? സത്യം. ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി ഞാൻ ചോദിക്കാം. ചോദിക്ക്. മിന്നുനോടാ. ചോദിക്ക്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും കുറ്റബോധം തോന്നിയ നിമിഷമുണ്ടോ? ഉണ്ട്. ഒരു മണ്ടൻ കൊണാപ്പിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് എന്റെ 5 വർഷം കളഞ്ഞു ഞാൻ. ഓ, നിന്റെ എക്സ് അവിടെ നിന്ന് ഒരിക്കലും ഗതി പിടിച്ചിട്ടുണ്ടാവില്ല. അതെ അതെ. ആ, വെറുതെ പറയുന്ന. ഇനി ജിതിനോടാണേ. ജിതിന്റെ അച്ഛന് പെട്ടെന്നൊരു ദിവസം ഒരു വലിയ സത്യം കേട്ട് നെഞ്ചുവേദന വന്നിട്ടുണ്ടോ? എന്നിട്ട് ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? എന്ത് ചോദ്യം? ഇതെന്താ എനിക്കറിഞ്ഞൂടാ. പറ. ഇല്ല. കൊള്ളാം. എൻ്റെ മോൻ. കാവ്യ. ഇനി ഞാൻ ചോദിക്കാം. അല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. എന്നാ പിന്നെ ചോദിക്കാം. ഡെയറാ. ശൈലേഷിനോടാ. ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. അതും സിറ്റുവേഷൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്.
ശൈലേഷ് 5 വർഷമായിട്ട് ഒരു പെണ്ണിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ആ പെണ്ണ് ശൈലേഷ് എന്ന് പറഞ്ഞ ജീവനാ. പക്ഷെ പെട്ടെന്നൊരു ദിവസം ശൈലേഷ് മറ്റൊരു സുന്ദരിയായ പെണ്ണുമായിട്ട് സെറ്റ് ആവുന്നു. പതിയെ മറ്റേ പഴയ പെണ്ണായിട്ട് അടുപ്പൊക്കെ കുറഞ്ഞു. പിന്നെ അവൾ ഒഴിവാക്കണം, ബ്രേക്കപ്പ് ചെയ്യണം. എന്തെങ്കിലും ടൈപ്പ് കാരണം പറഞ്ഞ് അവൾ ഒഴിവാക്കുന്നതായിട്ട് ഒന്ന് അഭിനയിച്ചു കാണിക്കും. അഭിനയിക്ക്, എനിക്ക് അഭിനയിക്കാന്ന് അറിയില്ല. ഇത് ഗെയിമാണ്. ഡയർ ഏറ്റെടുത്താ ചെയ്തേ പറ്റൂ. ചെയ്യേ. അഭിനയമല്ലേ, ഡു ഇറ്റ് മാൻ. വെറുതെ ആണുങ്ങളുടെ വില കളയാനായിട്ട് എൻ്റെ കിട്ടണ അടിച്ച് കൈ കൊടുത്തന്നെ കോപ്പ്. കുട്ടേട്ടോ അടിച്ച് കേറി വാടാ. ആ എനിക്ക് എന്നെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. നീയില്ലാതെ എനിക്ക് പറ്റില്ലെന്ന് നിനക്കറിഞ്ഞൂടെ? പിന്നെ എനിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് വേറെ ആരോ നിന്നെ പറഞ്ഞ് പറ്റിച്ചതാ. നീ എന്നെ അവിശ്വസിച്ചു. വേറെ ആരണ്ട് കേട്ട് പറഞ്ഞ് വിശ്വസിച്ചത് കാരണം എനിക്ക് അത് പറ്റില്ല, ആ റിലേഷൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പിരിയാന്നുണ്ടെങ്കിൽ നമുക്ക് പിരിയാം. താങ്ക് യു ഡിയർ, ഐ നെവർ ഫോർഗോട്ട് യു. ശൈലേഷേട്ടാ, ഇത് അഭിനയല്ലേ കാവ്യേ? ഓ വാവ്, എന്തൊരു ഒറിജിനാലിറ്റി. കലക്കി കലക്കി. അങ്ങനെയൊന്നുമല്ല. ശരിക്കും പറഞ്ഞ ശൈലേഷ് ആ പെൺകുട്ടി ചതിക്കുമല്ലേ? ആര് പറഞ്ഞു? ഇതൊരുമാതിരി സ്വയം നായകനായിപ്പോയി. ഹൈപ്പോത്തറ്റിക്കലല്ലേ, പിന്നെന്താ? എന്ത് പോത്തടന്റെ പടമാണെങ്കിലും നീ വെറുതെ മതി മതി, നമുക്ക് എല്ലാവർക്കും ഓർണം കൂടെ അടിച്ചാലോ? അങ്ങനെ നല്ല കാര്യം എന്തെങ്കിലും പറ. ഓക്കെ. കുട്ടേട്ടോ, ഞാൻ ഇനി എൻ്റെ ഡയർ. ആരും പേടിച്ച് നിലവിളിക്കരുത്. ആരോടാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ കൂട്ടത്തിലൊരാൾ പേടിച്ച് തൂറും. ആ, എല്ലാവരും കണ്ണടക്കി 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 നീ അടക്കി. കണ്ണുപൊത്തി കളിയായിരിക്കും അല്ലെ കുട്ടേട്ടാ? അടക്കടക്കി, കളകളിയൊന്നും പാടില്ല. അങ്ങനെ ഇനി എല്ലാവരും ഒന്ന് കണ്ണു പറഞ്ഞേ. നിർത്തിക്കോ. അച്ഛന് കൊറോണ ഹാർട്ട് അറ്റാക്ക് ഒന്നിച്ച് വന്നെന്ന് പറഞ്ഞ് പറ്റിച്ച അത്രയും പേടിയൊന്നും ഇവിടെയുള്ള ആർക്കുമില്ല. കേട്ടോ പട്ടി. അയ്യോ, ഇവളെന്തൊക്കെയാ പറയണേ? നിർത്തടാ നാടകം. നീ പെണ്ണെ, നീ നിർത്തിക്കോ. എന്നെ കെട്ടിയതിനെ പറ്റി എന്തെങ്കിലും തോന്നിയാസം പറയാനുണ്ടല്ലോ വെക്കടോടെ. അതിന്റെ ഇടയ്ക്കയാള് നീ അത് നിന്റെ കെട്ടിയോന്നില്ല ഈ പോങ്ങൻ. ഇവനെ മര്യാദ അടുപ്പിക്ക്. എന്നോടൊക്കെ എത്ര പെണ്ണുങ്ങൾ ഈ ഉളത്തേച്ചറണെന്ന് ചോദിച്ചു നോക്കിയാ തോന്നിയാസം പറഞ്ഞോ എന്നെ ചെക്കനെ പറ്റി നിൽക്കുന്ന റെഡി. നിന്നെ നന്നായിട്ട് എനിക്കറിയാടി ഇവനെ. എടി നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഒച്ചെടുക്കില്ലെന്ന്. എടി നിന്നെ ഞാൻ തേച്ചിട്ട് പോയിട്ടില്ല നീ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിനക്കല്ലടി എന്നെ ഇട്ടിട്ട് പോകണ്ട മുട്ടി നടന്നേ. ഇപ്പൊ അവള് വലിയ പുണ്യാളത്തി. ആടാ, അവള് പുണ്യാളത്തിയാ. എന്നാ കൊണ്ടേ രൂപക്കൂട്ടി കേട്ടോ. ഞാൻ എന്തും ചെയ്തോളാം. നീ അത് നിന്റെ പെണ്ണുമ്പോൾ ഇവളുണ്ടല്ലോ വെറും ടോക്സിക് റെഡ് ഫ്ലാഗ് ആണ്. ഇന്ത്യൻ ഫ്ലാഗ്. ഈ പിക്കാസം മോറിന് തന്നെ പറയണേ. നിർത്തണോ കൊച്ചു മൊയിൽപ്പീലുകളെ. എന്റെ ബാച്ചലർ പാർട്ടിക്ക് വന്നിട്ട് ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നോളാം. ഇനി മിണ്ടിപ്പോരുത്തരോടെ കേട്ടോ. ഞാനില്ല, അവൻ. ഇവന്റെ ഭാര്യ അവന്റെ കാമുകി, ഇവന്റെ ഭാര്യ അവന്റെ കാമുകി. ഇനി എന്റെ പെണ്ണ് ആരുടെ കാമുകി? ഹലോ ഹലോ, കേക്കാമോ? എടി നീ ആരോടാണ് ഈ സൊള്ളിക്കൊണ്ടിരിക്കണത്? കൂട്ടുകാരിയോ കുട്ടേട്ടാ? ഹലോ ഹലോ ഹലോ, നീ ആരോടെ സൊള്ളിക്കൊണ്ടിരിക്കണെന്ന്? എന്താ ഏട്ടാ? നിനക്ക് വല്ല കാമുകന്മാരുണ്ടോ? എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ? എടി ഉണ്ടോ ഇല്ലയോ എന്ന് പറ. അത് 1-2 അല്ലറ ചില്ലറ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. അല്ലറ ചില്ലറയോ? ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ കുട്ടേട്ടൻ മാത്രമേ ഉള്ളൂ. വെക്കട്ടെ ഏട്ടാ? വെക്കല്ലേ. എനിക്ക് വേറെ കാര്യം ചോദിക്കാനുണ്ട്. എന്താ?
നിന്റെ പഴയ അല്ലറ ചില്ലറ കാമുകന്മാരുടെ പേരെന്തായിരുന്നു? +2 പഠിക്കുമ്പോ ജിനി, കോളേജിലുള്ളപ്പോ ഒരു ശൈലേഷ്. എന്റെ മദ്യം കഴിച്ച് എന്റെ പെണ്ണിനെ അത് വേറെ ശൈലേഷ്. കാണിച്ചു.